ഇന്നൊരു വ്യാഴാഴ്ച ദിവസം ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ ഈ കാണുന്നതാണ് ഖത്തറിലെ ആദ്യത്തെ ഫ്ലൈ ഓവർ. ഇന്ന് എത്രയോ അധികം പാലങ്ങളും ബ്രിഡ്ജുകളൊക്കെ ആയിട്ട് ഖത്തറിലുണ്ട്. 1990-കളിൽ ഖത്തറിൽ ജീവിച്ച മലയാളികളിൽ നിന്നും കിട്ടിയ പേരാട്ടോ. ഇന്നലെ നമ്മളെ വണ്ടി ഇവിടെയാണ് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് കിട്ടിയത് നേരെ വെസ്റ്റ് ബേയിലെ അൽമന ടവറിലേക്കായിരുന്നു. ഇന്ന് വെസ്റ്റ് ബേയിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ ബിൽഡിംഗാണ് ഈ അൽമന ടവർ. ഇതിൻ്റെ രാത്രികാല ദൃശ്യങ്ങൾ ഒരു രക്ഷയില്ലാത്തതാണ്. മിക്ക എല്ലാ ഖത്തറിൽ ജീവിക്കുന്നവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റാൻ ഈ ടവറിനായിട്ടുണ്ടാവും. കാരണം അതിൻ്റെ ഒരു ഭംഗി അത്രക്കുണ്ട്. അവിടെ നിന്ന് നേരെ നമ്മൾ പോയത് അൽവാബിലേക്കായിരുന്നു. അൽവാബിൽ ആളിറക്കി ഒരു തണലത്ത് വണ്ടിയൊക്കെ ഇട്ട് ഇങ്ങനെ റെസ്റ്റ് എടുക്കുക. ഇങ്ങനൊരു ബോക്സ് ഖത്തറിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് കാണാൻ സാധിക്കും. ഖത്തർ ചാരിറ്റിയുടെ ഒരു ബോക്സാണ്. നമുക്ക് വേണ്ടാത്ത എന്നാൽ മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പഴയ വസ്ത്രങ്ങൾ, ഷൂസുകൾ, കളിപ്പാട്ടങ്ങളൊക്കെ നമുക്ക് ഇതിൽ കൊണ്ടുപോയി നിക്ഷേപിക്കാം. ഖത്തർ ചാരിറ്റി അത് ആവശ്യക്കാരിലേക്ക് പല രാജ്യങ്ങളിലായിട്ട് ഇതിൻ്റെ ആവശ്യക്കാർ വ്യാപിച്ച് കിടക്കുന്നുണ്ട്. ഖത്തർ ചാരിറ്റി അതിൻ്റെ ആളുകളിലേക്ക് കൃത്യമായിട്ട് എത്തിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്താണ് നമ്മൾ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. നേരെ നമ്മൾ റൂമിൻ്റെ അടുക്ക് ഒരു ഓട്ടം കിട്ടി. അവിടെ നിന്ന് ഫുഡ് കഴിച്ച് പിന്നെ നമ്മൾ നേരെ പോയത് ടവർ മാളിലേക്കായിരുന്നു. ടവർ മാളിൻ്റെ 4ാമത്തെ ഗേറ്റിൽ ആളിറക്കി. നെക്സ്റ്റ് ഓട്ടം ഖത്തർ യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിലേക്ക് 3 പയ്യന്മാരുമായിട്ട് ഫുട്ബോൾ ട്രെയിനിങ് ഗ്രൗണ്ടിലേക്കായിരുന്നു. അവിടെ നിന്ന് നേരെ ദഫ്നയിൽ പോയപ്പോൾ നമ്മുടെ ചങ്ക അഷ്കറിനെ കാണാൻ തീരുമാനിച്ചു. ഇതാണ് വെസ്റ്റ് ബേ. വെസ്റ്റ് ബേയിലുള്ള ബിൽഡിങ്ങുകളാണ് കാണുന്നത്. നേരെ ക്യാമറ ഇങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഖത്താറ കാണാൻ പറ്റും. ഖത്താറ ഒരു മാൻമെയ്ഡ് ഹില്ലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ചെറിയ രീതിയിൽ. അതാണ് നിങ്ങളാ കാണുന്നത്. അങ്ങനെ ഞാനിവിടെ വന്നത് എൻ്റെ ഫ്രണ്ട് അഷ്കറിനെ കാണാൻ വേണ്ടിയിട്ടാണ്. അവൻ വർക്ക് ചെയ്യുന്നത് ഇവിടെ ഒരു കൊറിയൻ മെഡിക്കൽ സെൻറ്ററിലാണ്. അതിൻ്റെ ബാക്ക് സൈഡാണ് ഈ കാണുന്നത്. ആൾ നമ്മുടെ ഒരു സഹമുറിയനും കൂടാണ്. കുറച്ച് കാലമായിട്ട് നമ്മളെ റൂംമേറ്റാണ് ആൾ. ആളായിട്ട് കുറച്ച് നേരം ഇവിടെ കമ്പനി അടിച്ചിരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. അപ്പോൾ ഇതിനടുത്ത് ഓട്ടം വരും. ആളാണ് ആ പുറത്തേക്ക് വരുന്നത്. ഒരു ഔട്ട്സ്റ്റാൻഡിങ് ക്രിക്കറ്റ് പ്ലെയറും കൂടാണ് ആൾ. നമ്മളങ്ങനെ എവിടെയൊക്കെയോ കറങ്ങിത്തിരിഞ്ഞെത്തിയത് തുമാമ. ധാരാളം മലയാളികൾ താമസിക്കുന്ന ഒരു ഏരിയ കേട്ടോ തുമാമ. നമ്മുടെ സമാവൂർ ചായ കിട്ടുന്ന ഒരുപാട് കഫ്തേരിയകളൊക്കെ ഈ പരിസര പ്രദേശങ്ങളിലായിട്ടുണ്ട്. നമ്മളങ്ങനെ വീണ്ടും വെസ്റ്റ് ബേയിലെത്തി. വെസ്റ്റ് ബേയിലുള്ള ബിൽഡിങ് സമുച്ചയങ്ങൾക്കിടയിലാണ് നമ്മളുള്ളത്. ആകാശം മുട്ട നിൽക്കുന്ന എന്നൊക്കെ പറയാവുന്ന ഒരുപാട് സ്കൈ സ്ക്രാപ്പേഴ്സ് ഇവിടെ ഉണ്ട് കേട്ടോ. ഇതാണ് ചെണ്ട ടവർ. മലയാളികൾ ഇതിനെ ചെണ്ട ടവർ എന്നാണ് വിളിക്കുക. ഇതിൻ്റെ ശരിക്കും പേര് വരുന്നത് ടൊർണാഡോ ടവർ എന്നാട്ടോ. ഒരുപാട് ടവറുകളുണ്ട് ഇവിടെ. ആ മറവിൽ കാണുന്നതാണ് ബുർജ് ദോഹ ടവർ. പല നാഷണാലിറ്റി എന്നുള്ളവരും പല രാജ്യക്കാരും ഇതിന് ഫണ്ണായിട്ട് പല പേരും വിളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളത് കഴിഞ്ഞ് റൂമിലെത്തി ദോശയും മീൻകറിയും കഴിച്ചു. കൂടെ ഡെസേർട്ടായിട്ട് എന്തോ ഉണ്ടായിരുന്നു. അങ്ങനെ ഓട്ടം നമ്മളിവിടെ അവസാനിപ്പിക്കുമ്പോൾ ഓവറിൽ കിട്ടിയത് 241 റിയാൽ.